ഹലോ എവരി വൺ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എഞ്ചിനീയറിംഗിന് ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചുകളുണ്ട്. ബ്രാഞ്ച് ഏതായിക്കോട്ടെ, നമ്മളൊരു കോളേജിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ NIRF റാങ്കിൽ വരുന്ന ടോപ്പ് 100ൽ വരുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള കോളേജുകൾ ഏതൊക്കെയാണ്, അതായത് സൗത്ത് ഇന്ത്യയിലെ പ്രൈവറ്റ് ആയിട്ടുള്ള കോളേജുകൾ ഏതൊക്കെയാണ് എന്നും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു കോളേജിൽ BTech പഠിക്കാൻ വേണ്ടി പോകുന്നത് ആ കോളേജിൽ 4 വർഷം പഠിച്ച് ഫസ്റ്റ് റാങ്ക് മേടിച്ച് നമ്മൾ ഇറങ്ങി പോരാൻ വേണ്ടിയാണോ? യൂണിവേഴ്സിറ്റി സിലബസ് നല്ല കൃത്യമായിട്ട് പഠിച്ച് നമ്മൾ നല്ല മാർക്കൊക്കെ മേടിച്ച് ഇറങ്ങിപ്പോകാൻ നമുക്കൊരു ജോലി കിട്ടുന്നുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. ഓഫ് കോഴ്സ് നമുക്കൊരു ഇൻഡസ്ട്രി എക്സ്പോഷർ കിട്ടിയാൽ മാത്രമേ നമുക്കതൊരു മുതൽക്കൂട്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു കോളേജിൻ്റെ സിലബസ് ആണ്. പലപ്പോഴും നമുക്കറിയാം ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഇടയ്ക്കിടയ്ക്ക് സിലബസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അവർ ഓട്ടോണോമസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് സിലബസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. കാരണം നമുക്കറിയാം ഓരോ വർഷവും ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇൻഡസ്ട്രീസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സിലബസ് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്, ലാബ് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓരോ വർഷവും അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇൻഡസ്ട്രീസുമായിട്ട് ടൈപ്പ് കോളേജിലുണ്ടായിരിക്കണം. ഇൻഡസ്ട്രീസിൽ നമ്മൾ എക്സ്പോഷർ കിട്ടിയ ഒരു പ്രൊഫസർ അല്ലെങ്കിൽ ലെക്ചേഴ്സ് നമ്മുടെ കോളേജിലുണ്ടായിരിക്കണം. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. രണ്ടാമതായിട്ട് പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രൊഫസേഴ്സിൻ്റെ ക്വാളിഫിക്കേഷനോ എവിടെ പഠിച്ചു എന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രൊഫസേഴ്സ് ഈ പറയുന്ന ഇൻഡസ്ട്രിയിൽ എക്സ്പോഷർ കിട്ടിയ ആളാണോ, ഒരു റിയൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത ആളാണെങ്കിൽ മാത്രമേ അവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കോളേജിൻ്റെ സൈറ്റിൽ അതൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം പ്രൊഫസേഴ്സ് മാത്രം പോരാ, കോളേജിന് സിലബസ് പോരാ, കോളേജിൻ്റെ ലാബും കാര്യങ്ങളൊന്നും പോരാ. നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സ് ആണുള്ളത്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോളേജിൻ്റെ പിയർ ഗ്രൂപ്പ്, നമ്മുടെ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം നമുക്കൊരു സെൽഫ് ലേണിങ്ങോ ലെക്ചറിങ്ങോ കാര്യങ്ങളൊന്നും അല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ ഉണ്ടാവുക. ഒരുപാട് ഗ്രൂപ്പ് പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ടീം എത്രത്തോളം ബെറ്റർ ആണ്, നല്ലൊരു കോളേജ് ആണെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു പിയർ ഗ്രൂപ്പിനെ കിട്ടുകയുള്ളൂ. അപ്പോൾ പിയർ ഗ്രൂപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നല്ല സ്റ്റുഡൻസ് ഒക്കെ ഉള്ള ഒരു കോളേജ് ആണോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ കിട്ടാൻ വേണ്ടി ഇൻഡസ്ട്രിയൽ ഏരിയയിലാണോ ഈ കോളേജ് ഉള്ളതും കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിൻ്റെ കോളേജിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ AI, സൈബർ സെക്യൂരിറ്റിയോ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ് ആ സ്ഥലം കൂടെ നോക്കണ്ടേ? നിയർ ബൈ ആയിട്ട് ഒരു സൈബർ സിറ്റി ഉണ്ടോ, അല്ല ഒരു അങ്ങനെയുള്ള ഒരു എക്സ്പോഷർ കിട്ടാൻ പോസിബിലിറ്റി ഉണ്ടോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നോക്കേണ്ടതുണ്ട്. സോ അതുപോലെ തന്നെ നമുക്ക് അറിയാം മറ്റൊരു കാര്യം പ്ലേസ്മെൻ്റ് ആണ് അല്ലേ. അവസാനം നമുക്ക് നല്ലൊരു പ്ലേസ്മെൻ്റ് ഉണ്ടാവണം. അപ്പോൾ ഏതൊക്കെ MNCസുമായിട്ട് നമ്മുടെ കോളേജിന് കൊളാബറേഷൻസ് ഉണ്ട്, MOUs ഉണ്ട്, കൃത്യമായിട്ട് നമ്മുടെ കോളേജിൽ വന്നിട്ട് ഇവരൊക്കെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു വർഷം ഒരു MNCs വന്നു കഴിഞ്ഞിട്ട് അവർക്ക് നല്ല കുറേ സ്റ്റാഫിനെ കിട്ടിയാൽ മാത്രമേ അവർ പിന്നെയും അവിടെ വരുവുള്ളൂ. അപ്പം സ്ഥിരമായിട്ട് ഏതെല്ലാം MNCs ആ കോളേജിൽ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാറുണ്ട് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. നമ്മുടെ അലുമിനീസിന് ചോദിക്കാം, അല്ലെങ്കിൽ അവിടെ സീനിയേഴ്സിനോട് ചോദിക്കാം. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ കോളേജിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു, NIRFൻ്റെ റാങ്കിൽ നമുക്കറിയാം NBA അക്രഡിറ്റഡ് ആവണം കോളേജ്, അതൊക്കെ ഓക്കെ. അതുപോലെ തന്നെ AICTE അപ്രൂവലൊക്കെ എന്താണെങ്കിലും നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകൾക്കൊക്കെ ഉണ്ടാവുമായിരിക്കും. NAAC-ൻ്റെ A ഗ്രേഡ് കാര്യങ്ങളൊക്കെ നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ NIRF റാങ്കിങ് നമുക്കറിയാം ടോപ്പ് 100ൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ ടോപ്പ് 1 ഏതാണ്? IIT മദ്രാസ് ആണ് അല്ലേ. ഈ രീതിയിൽ ടോപ്പ് 100ൽ വരുന്ന കോളേജുകളിൽ കുറേ പ്രൈവറ്റ് കോളേജുകളുണ്ട്. ഈ പ്രൈവറ്റ് കോളേജുകളിൽ സൗത്ത് ഇന്ത്യയിലെ കേരള, തമിഴ്നാട്, കർണാടകയിലെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റാങ്ക് നമ്പർ 14 SRM വരുന്നുണ്ട്. SRM ചെന്നൈ ആണ്. റാങ്ക് നമ്പർ 16 VIT വെല്ലൂർ വരുന്നുണ്ട്. ഒരു സെമി ഗവൺമെൻറ് നമുക്ക് രീതി നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അത്യാവശ്യം നല്ല കോമ്പറ്റീഷനുള്ള കോളേജാണ് അവർ കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ 23 അമൃത കോയമ്പത്തൂർ വരുന്നുണ്ട്. 33 കലാശലിംഗം യൂണിവേഴ്സിറ്റി നമ്മുടെ തേനി നിയറാണ്, ശ്രീവല്ലിപുത്തൂർ എന്ന സ്ഥലത്താണ് ഉള്ളത്. ശാസ്ത്ര യൂണിവേഴ്സിറ്റി തഞ്ചാവൂർ വരുന്നുണ്ട്. സവീത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്, ചെന്നൈ ആണ് വരുന്നത്. SSN യൂണിവേഴ്സിറ്റി ചെന്നൈ ആണ് വരുന്നത്. മണിപ്പാൽ മംഗലാപുരത്താണ് വരുന്നത്. സത്യഭാമ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ചെന്നൈ ആണ്. PSG കോയമ്പത്തൂർ. IIIT ബാംഗ്ലൂർ. IIIT എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് നോക്കണ്ട. അതിന് സ്റ്റാർട്ടിങ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ MS രാമയ്യ യൂണിവേഴ്സിറ്റി നമ്മുടെ ബാംഗ്ലൂർ വരുന്നുണ്ട്. ദെൻ ക്രൈസ്റ്റ് ബാംഗ്ലൂർ, ജെയിൻ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, വേൽടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈ, ശ്രീകൃഷ്ണ കോളേജ് കോയമ്പത്തൂർ. ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്
ടോപ്പ് 100-ൽ വരുന്ന പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇൻ സൗത്ത് ഇന്ത്യ. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാനിപ്പോൾ കേരളത്തിലെയും തമിഴ്നാട് കർണാടകത്തിലെയും നോക്കിയത്, പക്ഷേ അതിലൊന്നും കേരളത്തിലെ കോളേജിലൊന്നും തന്നെ വരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു 101-നും 150-നും ഇടയ്ക്കുള്ള കോളേജുകൾ നോക്കുമ്പോൾ അത് TKM കൊല്ലം വരുന്നുണ്ട്. ഓക്കെ, അതാണ് സത്യാവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കോളേജുകളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞ NIRF റാങ്കിൽ ടോപ്പിൽ വരുന്ന കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ, കാരണം കോളേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് BTech പഠിക്കുമ്പോഴും. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഗുഡ് ബൈ.